Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. ഇതൊരു ഫയർലെസ് കുക്കിംഗ് റെസിപ്പി കൂടിയാണ്. സ്കൂളിലൊക്കെ ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിനി ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറേസ് ഫാമിലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ള അവിലെടുത്താൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും ഈ സ്വീറ്റിന്. അപ്പോൾ ആദ്യം ഞാൻ ഈ അവിലിനെ 2 പ്രാവശ്യം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ കുതിർത്ത ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി ഇതുപോലൊരു അരിപ്പയിൽ കുറച്ച് നേരം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 2 വൈറ്റ് ബ്രെഡാണ് എടുക്കുന്നത്. എന്നിട്ടത് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാനിതിവിടെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡ് പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ആ സെയിം മിക്സി ജാറിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും ഞാനിവിടെ പൗഡർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ ആ ബ്രെഡ് പൗഡറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുതിർത്ത അവിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വീണ്ടും ആ മിക്സി ജാറിലേക്ക് തന്നെ ഈ അവിലിട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 5 ടീസ്പൂൺ ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണല്ലോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശർക്കര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. അതിനുശേഷം ഞാനൊരു 5 ടീസ്പൂൺ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത അവിലും ശർക്കരയും എല്ലാം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് പൗഡറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പിഞ്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ കുഴച്ചെടുത്ത മാവിനെ അതിൽ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു ഈവൺ ആയിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എല്ലാം ആ ഒരു ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പായിട്ടുള്ള പ്ലേറ്റിൽ വെച്ച് നല്ലപോലെ ഒന്ന് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഷേപ്പ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കറക്റ്റ് ലെവലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഒരേപോലത്തെ ലെവലിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ പൂ പോലത്തെ ഷേപ്പിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇല്ല സ്റ്റാർ ഷേപ്പിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇല്ല ഇനി ഇങ്ങനത്തെ കട്ടർ ഇല്ലെങ്കിലും നമുക്ക് കത്തി വെച്ചിട്ട് ഇതൊന്ന് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് കൂടിയാണിത്. സോ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.